ഇന്നത്തെ ഇഫ്താർ വിഭവങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം നമ്മൾ എന്നും ഉണ്ടാക്കുന്നത് ബീഫ് കറി, മട്ടൻ കറി അല്ലെങ്കിൽ ചിക്കൻ കറി. അധികം ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്നും വെച്ച് പറഞ്ഞ് നമുക്ക് ചിക്കനും മട്ടണും ബീഫും ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ സ്റ്റൂവോ കുറുമ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറുമയും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. അത് എന്ത് സ്റ്റൂ ആണെങ്കിലും മട്ടണായാലും ചിക്കനായാലും ബീഫായാലും എന്തായാലും കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചിരകലും പരിപാടിയൊക്കെ അവർ കഴിച്ചു തരും. ഞാനിവിടെ വെജിറ്റബിൾസ് കട്ടിങ് മറ്റുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് പറയുക, ക്യാരറ്റ്, പൊട്ടറ്റോ, അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് ഉപയോഗിക്കുന്നുണ്ട്, പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്, സവാള ഉപയോഗിക്കുന്നുണ്ട്. സവാള ഇതിലോട്ട് കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും കൂടി ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞാനവിടെ നന്നായിട്ടൊന്ന് ക്ലീനാക്കി കുക്കറിൽ ഇതൊന്ന് വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചാണ്. ആ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടോ ഈ ഒരു വെജിറ്റബിൾ സ്റ്റൂവിന് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൊട്ടറ്റോ ചെറുതായിട്ട് മുറിച്ചെടുക്കുക, ക്യാരറ്റ് അതിലും ചെറുതായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത്. അതും കൂടി മുറിച്ചെടുത്തിട്ട് നമുക്കത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കട്ടോ. നമ്മളെ ബീൻസും അതുപോലെ തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. പച്ചമുളക് ഞാൻ നെടുകെ കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് നമ്മളെ ഈ ഒരു സാവുനരി അഥവാ പാൽവാഴക്ക ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം തിളക്കാനായിട്ട് വെച്ച് അതിലോട്ട് 2 ഏലക്കായും ഒരു നുള്ളു ഉപ്പും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ സാവൂനരി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് പെട്ടെന്ന് അടി പിടിക്കും. അത് അടി പിടിക്കാതെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ബനാന, നമ്മൾ നേന്ത്രപ്പഴമാണ് ഈ ഒരു സംഭവത്തിന് ഉപയോഗിക്കുക. അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു സമയത്ത് ഒരു 3/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബനാന അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കുക. അങ്ങനെ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വേവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നേന്ത്രപ്പഴം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര കൂടണ്ട കേട്ടോ. എന്ത് സാധനത്തിലും പഞ്ചസാര ഒരു മിതമായ ലെവലിൽ ഉപയോഗിക്കുകയാണ് നല്ലത്. അപ്പം പഞ്ചസാര ഇട്ട് കൊടുത്ത് നമുക്ക് അതിലോട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ തേങ്ങയുടെ കട്ടിപ്പാലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സാധാരണ ചില ആൾക്കാർ 1-ാം പാലിൽ ഈ ഒരു സംഭവം വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇതുപോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തയ്യാറായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെ സ്പെഷ്യൽ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നെയ്യാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റൂ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായി, ബേ ലീഫ്, പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ സമയത്ത് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഒന്നിട്ട് കൊടുത്തിട്ട് ഒരു 3-4 സെക്കൻഡ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കൂടുതൽ അതിൻ്റെ കളറൊന്നും ചേഞ്ച് ആയി പോകരുത് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മറ്റുള്ള പച്ചക്കറി ഉണ്ടല്ലോ അതും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റൂ ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് മറ്റേ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കും. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാതെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തോട്ടും ഈ ഗ്രീൻ പീസും കൂടി ഒന്ന് എത്താൻ വേണ്ടിയിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ബ്ലാക്ക് പെപ്പറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. കൂടുതൽ നല്ല പൊടിയാവാത്ത കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എന്നിട്ട് ഈ ഒരു സമയത്ത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു വെജിറ്റബിൾസും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. എന്നിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കുക. ആ ഒരു സമയത്ത് നമ്മളെ സാവുനരി ഉണ്ടല്ലോ, നമ്മുടെ പാൽവാഴക്ക ഇവിടെ താളിച്ച് വെച്ചിട്ടുണ്ടോ. നെയ്യിലാണ് കാഷ്യൂ നട്ട്സും മുന്തിരിയൊക്കെ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടും കുറച്ച് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇവിടെ മീൻ കറി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആനച്ചവിട്ടിയാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. ഒരു പരന്ന പാര പോലുള്ള മീനുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ കുറച്ച് പൂളുണ്ടായിനി, കപ്പ ഇതുപോലെ ഒന്ന് ഉടച്ചാൽ പത്തിരിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഉടക്കണക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, മഞ്ഞൾപ്പൊടി ഇട്ടിന്, കുറച്ച് തേങ്ങ, പച്ചമുളക്, കുറച്ച് നല്ല ജീരകം, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കപ്പ വെന്തുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് ഉടച്ചു കൊടുക്കുക. ആ ഒരു സമയം നമ്മളെ സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് 1-ാം പാൽ കട്ടിപ്പാൽ വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കണം. അതിലോട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചതും കൂടി ചേർത്താൽ നല്ല റിച്ച് ആവും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ നേരം തിളപ്പിച്ചെടുക്കരുത്. കുറച്ച് മല്ലിയില ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ ഒരു മല്ലിയില കറിവേപ്പിലാണ് നമ്മളെ ഈ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ
കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരോ പിഴിഞ്ഞ് വെച്ചാൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ ഇതുകൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം നമ്മൾ എന്ത് ചെയ്യരുത്, തിളപ്പിച്ചെടുക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. ഓക്കെ, ബൈ.